ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ മെയ് മാസത്തെ ഫലമാണ് പറയുന്നത്. മെയ് മാസത്തിൽ വൃശ്ചിക രാശിക്കാർക്കുള്ള ഫലമാണ് പറയുന്നത്. വൃശ്ചിക രാശി എന്ന് വെച്ചാൽ വിശാഖത്തിന്റെ അവസാനത്തെ കാൽഭാവവും അനിഴവും തൃക്കേറ്റും ചേരുന്ന വൃശ്ചിക രാശിക്കാർക്ക് ചാരവസാൽ 4-ാം ഇടത്തിൽ ശനി നിൽക്കുന്നുണ്ട്. 5-ാം ഭാവത്തിൽ ചൊവ്വയും ബുധനും രാഹുവും, 6-ാം ഭാവത്തിൽ സൂര്യനും ശുക്രനും, 7-ാം ഭാവത്തിൽ വ്യാഴം. ഇതാണ് ഗ്രഹസ്ഥിതി. 11-ൽ കേതു. അപ്പോൾ ഇവർക്ക് ഭാഗ്യവർദ്ധനവുള്ള ഒരു മാസമായിട്ടാണ് കാണുന്നത്. ഭാഗ്യവർദ്ധനവ് മാത്രമല്ല, തൊഴിൽ നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ, അനായാസപരമായിട്ടുള്ള ഒരു നീക്കങ്ങൾ, മനസമാധാനം കിട്ടുവാനുള്ള സാധ്യത, തൊഴിൽ വിജയങ്ങൾ വരിക്കാനുള്ള സാധ്യത, തൊഴിൽ നേട്ടങ്ങൾ കൈവരിക്കാനുള്ള സാധ്യത, ധനം വന്ന് ചേരുവാനുള്ള സാധ്യത, നമ്മൾ ചെയ്യുന്ന വർക്കുകളിൽ നിന്നും കുറച്ചുകൂടി ധനം വന്ന് ചേരുവാനുള്ള സാധ്യത, പുതിയ ബിസിനസ്സിനെ പറ്റി ചിന്തിക്കുവാനും പഠിക്കുവാനും, അതുപോലെ തന്നെ അതിൽ ശ്രദ്ധ ചെലുത്തിക്കഴിഞ്ഞ് എങ്ങനെ നിവർന്നു വരിക എന്നുള്ള ഒരു സങ്കല്പങ്ങളുമെല്ലാം ഈ വൃശ്ചിക രാശിക്കാർക്ക് ഈ മാസത്തിൽ അനുഭവത്തിൽ വരുന്നതാണ് എന്നാണ് പറയുന്നത്. അതുകൂടാതെ തന്നെ പലവിധ നേട്ടങ്ങൾ കൈവരിക്കുവാനുള്ള സാധ്യതകളുണ്ട്. പല വിധത്തിലുള്ള സമാഹരണങ്ങൾ, കടബാധയിൽ നിന്നെല്ലാം കുറച്ചൊരു മോചനം, മനസമാധാനം കിട്ടുക, പുതിയ ഭവനത്തെപ്പറ്റി ചിന്തിക്കുക, പുതിയ ഭൂമിയെ വാങ്ങിച്ച് ഭവനം നിർമ്മിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഒത്തുവരിക, സന്താന ഭാഗ്യങ്ങൾ ഉണ്ടാവുക, സന്താനങ്ങൾക്ക് ഐശ്വര്യവും അഭിവൃദ്ധിയും വന്നു ചേരുക, ഉദ്ദിഷ്ട കാര്യം സഫലമാക്കുക, കേസ് വഴക്ക് കാര്യങ്ങളിൽ വിജയം കൈവരിക്കുക, ഭൂമി ലാഭങ്ങൾ ഉണ്ടാവുക, വാഹന സംബന്ധമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാവുക, വാഹന സംബന്ധമായിട്ടുള്ള തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വിജയസാധ്യത ഉണ്ടാവുക, സ്വർണ്ണാഭരണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ബിസിനസ് ചെയ്യുന്നവർക്കും നേട്ടങ്ങൾ കൈവരിക്കുക, അതിലൂടെ പലവിധ ധനാഗമങ്ങൾ തുറന്നു വരുവാനുള്ള സാധ്യത ഉണ്ടാവുക, വസ്ത്രലാഭം, വാഹന ലാഭം എന്നിവയെല്ലാം തെളിഞ്ഞു കാണുന്നുണ്ട്. നിവൃത്തി ഉദ്ദിഷ്ട കാര്യങ്ങളെല്ലാം സാധിച്ചു വരുവാനുള്ള സാധ്യത, വിദേശവാസം, വിദേശ പര്യടനം, അതുപോലെ വിദേശ ബിസിനസ് സംബന്ധമായിട്ടുള്ള നേട്ടങ്ങൾ, ഇലക്ട്രിക്കും ഇലക്ട്രോണിക് സംബന്ധമായിട്ടുള്ള വിപണികളിലുള്ള നേട്ടങ്ങൾ, അതുപോലെ തന്നെ ഗൃഹോപകരണ സംബന്ധമായിട്ടുള്ള ആവശ്യ സാധനങ്ങളെല്ലാം ഭവനത്തിൽ വന്ന് കുമിഞ്ഞുകൂടുക, ഗൃഹപ്രവേശത്തിനുള്ള സാധ്യതകൾ ഉണ്ടാവുക, വിവാഹത്തിനുള്ള അനുഗ്രഹീതപരമായിട്ടുള്ള വഴികൾ തെളിഞ്ഞു വരിക, സന്താന ലാഭം കൈവരിക്കുക, സന്താനങ്ങൾക്ക് ഭാഗ്യങ്ങൾ ഉണ്ടാവുക, തൊഴിൽ വിജയം ഉണ്ടാവുക, തൊഴിൽ നേട്ടങ്ങൾ ഉണ്ടാവുക എന്നിവയും, ഗവൺമെൻറ് തലത്തിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അവരവർ അർഹിക്കുന്ന ലെവലിലുള്ളതെല്ലാം നേട്ടങ്ങൾ കൈവരിക്കുക, ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം പുരോഗമനങ്ങളും പ്രമോഷനും എല്ലാം കിട്ടുവാനുള്ള സാധ്യതകൾ ഉണ്ടാവുക, നിയമസംബന്ധമായിട്ടുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും കരസേന, നാവികസേന, വ്യോമസേന എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ജാഗ്രതാപരമായിട്ട് അവർക്ക് ആരോഗ്യ സൗഖ്യത്തോടു കൂടി ജീവിക്കുവാനും പ്രത്യേകപരമായിട്ടുള്ളൊരു മനസ്സിൽ ധൈര്യം വന്നു ചേരുവാനുള്ള സാധ്യതയും, നേട്ടങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ശാസ്ത്ര ഗവേഷണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം കാര്യസാധ്യതയും, അലോപ്പതി മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം വിജയങ്ങളും പ്രവൃത്തി വിജയവും മറ്റുള്ളവരുടെ അംഗീകാരങ്ങൾ കിട്ടുവാനുള്ള സാധ്യതയും, അതുപോലെ തന്നെ റെയിൽവേ സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം പുരോഗമന പാതയും ധനലാഭവർദ്ധനയും, അതുപോലെ തന്നെ വാഹന സംബന്ധമായി പ്രവർത്തിക്കുന്നവർക്കും IT മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും, അതുപോലെ തന്നെ മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ള വർക്കുകൾ ചെയ്യുന്നവർക്കും, കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്നവർക്കും നേട്ടങ്ങൾ ഉണ്ടായി വരുവാനുള്ള സാധ്യത. ചുരുക്കി പറയുകയാണെങ്കിൽ എല്ലാ മേഖലയിലും ഒരു ഉണർവ് വന്ന് ചേരുവാനുള്ള സാധ്യത ഈ മെയ് മാസത്തിൽ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവിഷയവും ഇല്ലാത്തൊരു സമയമാണ് ഇപ്പോൾ ഇവർക്ക് വന്നു ചേരുന്നത്. വളരെ മെയ് മാസത്തിൻ്റെ ഏകദേശം 10-ാം തീയതി അല്ലെങ്കിൽ 15-ാം തീയതി ഇങ്ങനെ ആകുമ്പോഴേക്കും ഈ അനുഭവങ്ങൾ മനസ്സിലേക്ക് വന്ന് ചേരുവാനും അത് തെളിയിച്ച് കാണിക്കുവാനുള്ള സമയങ്ങളും അനുഭവത്തിൽ വന്ന് ചേരുവാനുള്ള കാര്യങ്ങളെല്ലാം വന്ന് ചേരും എന്നതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ വൃശ്ചിക രാശിക്കാർക്ക് ധൈര്യമായിട്ട് എന്തെങ്കിലും പ്രവർത്തനത്തിൽ ഏർപ്പെടുകയോ പ്രവർത്തനരഹിതമായിട്ട് മുന്നോട്ട് നീങ്ങുകയോ ഒക്കെ ചെയ്യുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഭാഗ്യവശാൽ ധനം വന്ന് ചേരുവാനുള്ള കാര്യമുണ്ട്. ഭാഗ്യം തെളിഞ്ഞു കാട്ട് ദൈവാധീനം വർദ്ധിക്കുവാനുള്ള സാധ്യതകളെല്ലാം ഈ മാസത്തിൽ കാണുന്നുണ്ട്. എന്നിരുന്നാലും വൃശ്ചിക രാശിക്കാർക്ക് നക്ഷത്രവശാൽ ചെയ്യുന്ന പരിഹാരങ്ങൾ, വിശാഖ നക്ഷത്രക്കാർക്ക് മഹാവിഷ്ണുവിന് തുളസിമാല പാൽപ്പായസം, അനിഴ നക്ഷത്രക്കാർക്ക് ശാസ്താവിങ്കിൽ എള്ള് പായസം അല്ലെങ്കിൽ നീരാഞ്ജനം, രണ്ടിലേതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ശ്രീരാമനെങ്കിൽ തുളസിമാല അവിൽ നിവേദ്യം, ഭാഗ്യസൂക്തം ഇവ കൂടി ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ മേടമാസം അടിപൊളിയായിട്ട് വരും. നമസ്കാരം.